അല്പസമയത്തിനകം തന്നെ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ പുനരാരംഭിക്കും എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. വെളിച്ചം വന്നു തുടങ്ങുന്നുണ്ട്. അതോടുകൂടി ഈ ദൗത്യം ആരംഭിക്കാൻ കഴിയും, ഇന്ന് വീണ്ടും ആരംഭിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ. നേരത്തെ അരുൺ പൂപ്പറമ്പയും അരുൺ പാറക്കലുമൊക്കെ സൂചിപ്പിച്ചതുപോലെ ആന്ധ്രയിൽ നിന്നുള്ള NDRF സംഘം കൂടി ഇന്ന് ഈ ദൗത്യത്തിൻ്റെ ഭാഗമാകാൻ പോവുകയാണ്. ഏതാണ്ട് 8 മണിയോടുകൂടി അവരുടെ സംഘം കൂടി ആ മേഖലയിലേക്ക് എത്തും, തെരച്ചിലിൻ്റെ ഭാഗമാകും എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരം. കാലാവസ്ഥ ഇപ്പോഴും ഒരു വില്ലനായി നിൽക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. രാവിലെ വലിയ രീതിയിലുള്ള മഴയില്ല. ഇന്നലെ അതിശക്തമായ മഴ ആ മേഖലയിൽ പെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഇടയ്ക്കിടെ ഓരോ ഘട്ടത്തിലും മൺകൂന വീണ്ടും ഇടിയുന്നതും അതിനകത്തൂടെ ശക്തമായി വെള്ളം താഴേക്ക് ഒലിച്ചിറങ്ങുന്നതുമൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അതുതന്നെയാണ് ഇന്നലത്തെ രക്ഷാദൗത്യത്തിന് വലിയ രീതിയിലുള്ള വെല്ലുവിളിയായി മാറിയതും. വളരെ ജാഗ്രതയോടുകൂടി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. മറ്റൊരു അപകടത്തിന് അത് വഴിവെക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ജാഗ്രതയോടുകൂടി മാത്രം ദൗത്യസംഘം മുന്നോട്ട് പോവുകയാണ്. വലിയ കുന്നാണ്, വലിയ മണ്ണുമലയാണ് ഇടിഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ മണ്ണിടിച്ചിൽ എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു മലയൊന്നാകെ, ഒരു മണ്ണുമലയൊന്നാകെ ഇടിഞ്ഞ് താഴേക്ക് വന്നിരിക്കുന്ന നിലയാണ് ഉണ്ടായിരിക്കുന്നത്. NDRFിൻ്റെ, നാവികസേനയുടെ, പോലീസിൻ്റെ ഒക്കെ പ്രത്യേക സംഘങ്ങൾ, അതുപോലെ ഫയർഫോഴ്സിൻ്റെ സംഘം, അവർക്ക് രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇന്ന് അല്പം കൂടി പുതിയ കൂടുതൽ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും. അങ്ങനെ ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്താൻ കഴിയട്ടെ. അതുതന്നെയാണ് ഈ ഘട്ടത്തിലുള്ള പ്രതീക്ഷയും. GPS പോയിന്റിലേക്ക് എത്താനുള്ള ശ്രമമാണ് ഇന്ന് ഉണ്ടാവുക. ലോറി എവിടെയാണ് ഉള്ളത് എന്നുള്ളതിൻ്റെ ഏതാണ്ട് ഒരു സ്ഥലം, അത് ആ പോയിന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല, അവിടേക്ക് രക്ഷാദൗത്യം നീട്ടാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഈ റഡാർ സംവിധാനത്തിൻ്റെ അതിൻ്റെ സാങ്കേതിക വിദ്യയുടെ സഹായം കൂടി ഉപയോഗപ്പെടുത്തുമ്പോൾ കൃത്യമായൊരു പോയിന്റിലേക്ക് എത്തിച്ചേർന്ന് അവിടേക്ക് ഈ രക്ഷാദൗത്യത്തിന് എത്താൻ കഴിയും എന്നുള്ളതാണ് നിലവിലുള്ള പ്രതീക്ഷ. ബംഗളൂരുവിൽ നിന്നാണ് റഡാർ സംവിധാനം എത്തിക്കാൻ പോകുന്നത്. കുന്നിനോട് ചേർന്ന് നിൽക്കുന്ന ഇടത്താണ് GPS പോയിന്റ് ഉള്ളത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ 6 മണി കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ദൗത്യം ഇനി അല്പസമയത്തിനകം അങ്ങനെ കരുതാമെന്ന് തോന്നുന്നു, അല്ലേ? റിജിത്ത്, അത് തന്നെയാണ്. അതിരാവിലെ തന്നെ ഈ ദൗത്യം ആരംഭിക്കുമെന്നായിരുന്നു ജില്ലാ ഭരണകൂടം ഇന്നലെ പറഞ്ഞത്. ഇന്നലെ ഈ വെളിച്ചക്കുറവ് മൂലമാണ് അവസാനിപ്പിച്ചത്. ഒപ്പം തന്നെ കനത്ത മഴയും ഇന്നലെ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് അതിരാവിലെ മുതൽ തന്നെ ഈ ദൗത്യം പുനരാരംഭിക്കുമെന്ന് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നു. പക്ഷേ ഇതുവരെയും ഈ ദൗത്യം പുനരാരംഭിച്ചിട്ടില്ല. ഇതിന് കാരണം പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ്. ഈ പ്രദേശത്തെ ഒരു ഭൂപ്രകൃതിയാണ്. ഈ പ്രതികൂലമായ കാലാവസ്ഥ ഇന്നലെ രാത്രിയൊക്കെ കനത്ത മഴ, നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ കനത്ത മഴ പല ഭാഗങ്ങളിലുണ്ട്, ശക്തമായ കാറ്റുണ്ട്. ഒപ്പം ഈ എനിക്ക് പുറകിൽ ഞാൻ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന ഇതേപോലുള്ള പ്രദേശങ്ങളാണ്. ഈ പ്രദേശമൊക്കെ ഈ കൊച്ചി പനവേൽ ദേശീയപാതയാണ്. ഈ പ്രദേശത്ത് ഇതുപോലുള്ള വലിയ വലിയ മൺകൂനകളൊക്കെയുണ്ട്. ഈ അപകടം നടന്ന സ്ഥലത്തും ഇതുപോലുള്ള വലിയ മൺകൂനയാണ്. ഈ ലോറി ലോറിയുടെ GPS കണ്ടെത്തി എന്ന് പറയുന്ന ആ സ്ഥലത്ത്, ആ ലൊക്കേഷൻ കണ്ടെത്തി എന്ന് പറയുന്ന ആ സ്ഥലത്ത് പോലും ഈ ലോറിക്ക് മുകളിൽ വലിയ ഒരു കുന്ന് ഇടിഞ്ഞ് വീണ ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് കണ്ടെത്തുക, GPS പോയിന്റ് കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് കണ്ടെത്തുക എന്നത് ഇനിയും ഒരുപാട് പരിമിതികളുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് ആ ലോറി കണ്ടെത്തിയാൽ പോലും ആ ലോറിക്കുള്ളിൽ നിന്ന് ആളെ പുറത്തെത്തിക്കുക എന്നത് ഇപ്പോഴും ഈ രക്ഷാദൗത്യം രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ റഡാർ ഡിവൈസ് ബംഗളൂരുവിൽ നിന്ന് എത്തിക്കും. അതിനുശേഷം മാത്രമായിരിക്കും അതിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് തുടങ്ങുക. ഒരു 7 മണിയോടുകൂടി ഈ രക്ഷാദൗത്യം പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. എന്തായാലും എത്രയും വേഗം ഈ രക്ഷാദൗത്യം പുനരാരംഭിക്കാനുള്ള ശ്രമം ജില്ലാ ഭരണകൂടം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രദേശത്ത്, ഈ കൊച്ചി പനവേൽ ദേശീയപാതയാണ്, ആ പ്രദേശത്തെ ഈ റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ വാഹനങ്ങളൊന്നും തന്നെ ആ പ്രദേശത്തേക്കൊന്നും കടത്തിവിടുന്നില്ല. നമുക്കും ഇന്ന് രാവിലെ 3 മണി മുതൽ നമ്മളും ഈ പ്രദേശത്ത് നിൽക്കുകയാണ്. പക്ഷേ ആ പ്രദേശത്തേക്ക് വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടുന്നില്ല. 2 ഭാഗത്തും ബ്ലോക്ക് ചെയ്ത അവസ്ഥയാണ്. ഈ മൺകൂന, വലിയ തോതിലുള്ള മൺകൂനയാണ് അവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്. ഈ GPS പോയിന്റ്, ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്തിയെന്ന് പറയുന്ന സ്ഥലത്ത് പോലും വലിയ രീതിയിലുള്ള മൺകൂനയുണ്ട്. അതുമാത്രമല്ല, ഈ പ്രദേശത്ത്
അവിടെയാണ് ലോറി ഉള്ളത് എന്ന് കരുതി ആ പ്രദേശത്തെ രണ്ട് ഭാഗത്തും മണ്ണ് നീക്കുന്ന സമയത്ത് ഈ മണ്ണ് ഒലിച്ച് താഴേക്കിറങ്ങുന്ന ഒരു സാഹചര്യം കൂടി ആ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയ്ക്കും ശ്രമകരമായ ഒരു ദൗത്യമാണ്. ആ ദൗത്യം ഇന്ന് വീണ്ടും പുനരാരംഭിക്കാൻ അവർ പോകുന്നത് ഈ റഡാർ ഡിവൈസ് എത്തിച്ചതിന് ശേഷം അത് പരിശോധിച്ച് ആ ലോറി എവിടെയുണ്ടെന്ന് കണ്ടെത്തി കുഴിച്ച് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ആളെ പുറത്തെടുക്കാൻ കഴിയുമോ എന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ പരിശോധിക്കുന്നത്. NDRFിൻ്റെ ടീമുണ്ട്, ഒപ്പം നേവിയുടെ ടീമുണ്ട്, ഫയർഫോഴ്സിൻ്റെ ടീമുണ്ട്, പോലീസിൻ്റെ പ്രത്യേക സ്ക്വാഡുണ്ട്. എല്ലാവരും സംയുക്തമായ ഒരു കൂട്ടായ പരിശ്രമം, എന്തായാലും വലിയ രീതിയിലുള്ള സമ്മർദ്ദം കർണാടക സർക്കാരിന് മേലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അർജുനെ പുറത്തെത്തിക്കുക, അർജുനെ ജീവനോടെ തന്നെ രക്ഷിക്കുക എന്നൊരു ശ്രമകരമായ ദൗത്യം, ഒപ്പം വലിയ രീതിയിലുള്ള സമ്മർദ്ദം സർക്കാരിന് മേലുണ്ട്. അതുകൊണ്ട് തന്നെയുള്ള അത്തരത്തിലുള്ള പ്രവർത്തനമാണ് പ്രധാനമായും ഇന്നിപ്പോൾ രക്ഷാപ്രവർത്തകർ നോക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്, ഈ സ്ഥിതിഗതികൾ പരിശോധിക്കുന്നുണ്ട്. അതായത് ഈ രക്ഷാപ്രവർത്തകർക്ക് അവരുടെ രക്ഷാദൗത്യം പുനരാരംഭിക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധിയും നേരിടാൻ പാടില്ല എന്നൊരു കർശന നിർദ്ദേശം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ള വാഹനങ്ങളൊന്നും തന്നെ ഈ പ്രദേശത്തേക്ക് കടത്തിവിടുന്നില്ല. ഒരു 10 കിലോമീറ്റർ അകലെ വെച്ച് ഈ വാഹനങ്ങളൊക്കെ തന്നെ തടഞ്ഞിടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നലെ 36 കിലോമീറ്ററോളം ചുറ്റിയാണ് നമുക്ക് ഈ പ്രദേശത്തേക്ക് എത്താൻ സാധിച്ചത്. അത്രത്തോളം ദൂരം ഈ വാഹനങ്ങളൊക്കെ തന്നെ തടഞ്ഞിടുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ പുലർച്ചെ നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ഇപ്പോഴും വാഹനങ്ങളൊക്കെ തന്നെ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നു. ഒപ്പം ഞാൻ ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന പോലെയുള്ള മൺകൂന, അതുപോലുള്ള മൺകൂനയാണ് ഈ ദേശീയപാതയ്ക്ക് ഇരുവശവും പല ഭാഗത്തുമുള്ളത്. ആ മൺകൂനയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട്, ഈ GPS ലൊക്കേഷൻ കണ്ടെത്തിയ സ്ഥലത്ത് ആ മൺകൂനയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ആ ലോറിക്കുള്ളിൽ നിന്ന് ആളെ പുറത്തെടുക്കുക, ആ ഒരു ശ്രമകരമായ ദൗത്യം ഇന്ന് വീണ്ടും പുനരാരംഭിക്കും. അർജുനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ കർശനമായ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ റഡാർ GPS ബംഗളൂരുവിൽ നിന്ന് എത്രയും പെട്ടെന്ന് എത്തിക്കും. അതിനുശേഷം 7 മണിയോടുകൂടി തന്നെ ഈ രക്ഷാദൗത്യം പുനരാരംഭിക്കുമെന്നാണ് നമുക്കും പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ സമയം 6:15 ഇന്ന് അതിരാവിലെ മുതൽ ഈ രക്ഷാപ്രവർത്തനം ആരംഭിക്കുമെന്നായിരുന്നു ഇന്നലെ പോലീസും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ഒക്കെ അറിയിച്ചത്. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥയുണ്ട്. ഇപ്പോൾ മഴ മാറിയിട്ടുണ്ട്, നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു വകയുണ്ട്. മഴ മാറിയിട്ടുണ്ട്, വെളിച്ചം വീണു തുടങ്ങിയിരിക്കുന്നു. മറ്റുള്ള പ്രതിസന്ധികളൊന്നും തന്നെ, അതായത് കാലാവസ്ഥയുടെ മറ്റുള്ള പ്രതിസന്ധികളൊന്നും തന്നെയില്ല. പക്ഷേ രക്ഷാദൗത്യം പുനരാരംഭിച്ചു കഴിഞ്ഞാൽ ഇനി വീണ്ടും മഴ പെയ്യുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റെഡ് അലേർട്ടാണ് ഈ ജില്ലയിലുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ആശങ്കയുണ്ട്. ജില്ലയുടെ പല ഭാഗത്തും ശക്തമായ മഴയുണ്ട്. അതൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ട് അതിനെയൊക്കെ അത്തരം പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് വേണം ഇന്നത്തെ രക്ഷാദൗത്യം പ്രധാനമായും പുനരാരംഭിക്കാൻ. അതിനുള്ള ശ്രമം രക്ഷാപ്രവർത്തകരും അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ നടത്തുന്നുണ്ട്. റീജിത്ത്. അരുൺ പാറയ്ക്കൽ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ഏതാണ്ട് അല്പസമയത്തിനകം തന്നെ ദൗത്യം ഇന്ന് വീണ്ടും പുനരാരംഭിക്കാൻ പോവുകയാണ്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്നത്തെ ദൗത്യസംഘം തുടക്കമിടാൻ പോകുന്നത്. ഈ റഡാർ സംവിധാനത്തിൻ്റെ സാങ്കേതിക വിദ്യ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിൽ, അതൊരു കൃത്യമായ പോയിന്റിലേക്ക്, ലൊക്കേഷനിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അല്ലെങ്കിൽ ആ തരത്തിൽ അതിനെ കണ്ടെത്തി അവിടേക്ക് എത്തിച്ചേരാനുള്ള ശ്രമം അതാണ് ഇന്ന് ഉണ്ടാവുക. കാലാവസ്ഥയാണ് ഏറ്റവും പ്രധാനം. രാവിലെ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയുള്ള പെരുമഴ എന്നുള്ള നില രാവിലത്തെ കാലാവസ്ഥയിൽ ഇല്ല. ചെറിയ രീതിയിലുള്ള മഴ രാവിലെ പെയ്തിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ ശക്തമായ മഴയില്ല എന്നുള്ളത് രക്ഷാദൗത്യ സംഘത്തെ സംബന്ധിച്ചിടത്തോളം, അവരുടെ നീക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോഴും ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലേർട്ട് ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു ആശങ്കയായി തന്നെ അവിടെയുണ്ട്. വരും മണിക്കൂറുകളിൽ മഴയുടെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളത് ഈ രക്ഷാദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മഴ ശക്തമാവുകയാണെങ്കിൽ ദൗത്യസംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത നിലയുണ്ടാകും. ഇന്നലെ സമാനമായ കാഴ്ച നമ്മൾ അവിടെ നിന്ന് കണ്ടതാണ്. ഈ മണ്ണ് JCB ഒക്കെ ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നതിനിടയിലും മഴ ശക്തമായി തുടർന്നതോടുകൂടി ചിലയിടങ്ങളിൽ നിന്ന് മണ്ണ് പതുക്കെ ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളിൽ നിന്ന് വെള്ളം ശക്തമായ രീതിയിൽ ഒലിച്ച് താഴേക്ക് ഇറങ്ങുന്നത് കണ്ടിരുന്നു. അത് മറ്റൊരു അപകടത്തിന് വഴിവെക്കാതെ ഈ അർജുനെ രക്ഷിച്ചെടുക്കുക, അർജുന ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ള ശ്രമകരമായ ദൗത്യം അതാണ് ഇന്ന് പുനരാരംഭിക്കാൻ പോകുന്നത്. 6:30-ക്ക് ശേഷം ഇപ്പോൾ തന്നെ അവിടേക്ക് ഉദ്യോഗസ്ഥർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം വെളിച്ചം വന്നു കഴിഞ്ഞു. ഇനിയൊരു
6:30-ക്ക് ശേഷം ആ ദൗത്യം പുനരാരംഭിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ആന്ധ്രയിൽ നിന്നുള്ള NDRF സംഘം കൂടി ദൗത്യസംഘത്തിൻ്റെ ഭാഗമാകുന്നു. അവരൊരു 8 മണിയോടുകൂടി ഈ ദൗത്യസംഘത്തിൻ്റെ ഭാഗമാകും എന്നാണ് അരുൺ പൂപ്പറമ്പയും അരുൺ പാറയ്ക്കലും അവിടെ നിന്ന് തത്സമയ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു കുന്നാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ്, അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ റോഡ് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ ദൗത്യസംഘത്തിലെ ഉദ്യോഗസ്ഥരെ ഈ രക്ഷാ ദൗത്യവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ മാത്രമാണ് കടത്തിവിടുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അരുൺ പൂപ്പറമ്പ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ, വിവരങ്ങൾ. അരിജിത്ത്, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത് രക്ഷാ ദൗത്യ സംഘത്തിന്റെ ആദ്യ വാഹനം ഇപ്പോൾ അപകടം നടന്ന സ്ഥലത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ഇപ്പോൾ നിലവിൽ NDRFന്റെ ആദ്യ സംഘമാണ് നിലവിൽ ഇപ്പോൾ അങ്ങോട്ട് എത്തിയിട്ടുള്ളത്. 6:30 തെരച്ചിൽ ആരംഭിക്കും എന്നതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ആദ്യ സംഘം ഇപ്പോൾ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അല്പസമയത്തിനകം തന്നെ കൂടുതൽ സംഘം ഈ നേവിയുടെയും മറ്റ് സംഘം അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരും. 6:30 തെരച്ചിൽ നടപടികൾ ആരംഭിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് ജില്ലാ കളക്ടർ പങ്കുവെക്കുന്നത്. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റഡാർ സംവിധാനം 8:30 ആയിരിക്കും ഇവിടെ എത്തിച്ചേരുക. അതിനുശേഷം ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലായിരിക്കും നടക്കുക. നിലവിൽ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തക ദൗത്യ സംഘത്തിന്റെ ആദ്യ ടീം നിലവിൽ ഇപ്പോൾ NDRFന്റെ ടീം ഇപ്പോൾ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക്, അപകട സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. നിലവിൽ നമുക്ക് അങ്ങോട്ട് നിലവിൽ പ്രവേശനമില്ല. അല്പസമയത്തിനകം നമ്മളെയും അങ്ങോട്ട് കടത്തിവിടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇതാ രണ്ടാമത്തെ വാഹനം കൂടി അങ്ങോട്ട് എത്തുന്നുണ്ട്. ഇതാ SDRFന്റെ വാഹനമാണ്. ഇതിപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം. രക്ഷാപ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം 6:30 തന്നെ ഇവിടെ എത്തിച്ചേർന്നാൽ പിന്നെ താമസമുണ്ടാവില്ല. വളരെ വേഗത്തിൽ തന്നെ ഈ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും. രണ്ടാമത്തെ സംഘം ഇപ്പോൾ ഇതാ സ്ഥലത്തേക്ക്, ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. നിലവിൽ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് ഇനി കാലതാമസം ഉണ്ടാവില്ല. ഈ വെളിച്ചം ലഭിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ വെളിച്ചം വന്നിട്ടുണ്ട്. നിലവിൽ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ കൂടിയുണ്ട് എന്നുള്ളതും കാണേണ്ടതുണ്ട്. രാവിലെ ചെറിയ തോതിൽ മഴയുണ്ടായിരുന്നെങ്കിൽ പോലും നിലവിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായും കാലാവസ്ഥ അനുകൂലമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇവിടെ റെഡ് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ മഴയ്ക്കുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തകർ ഓരോ സംഘങ്ങളായി എത്തുകയാണ്. NDRFന്റെയും SDRFന്റെയും സംഘങ്ങൾ എത്തുകയാണ്. കൂടുതൽ നേവിയുടെ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരും. ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് 6:30 തന്നെ തെരച്ചിൽ ആരംഭിക്കും. 8:30 റഡാർ സംവിധാനം ബംഗളൂരുവിൽ നിന്ന് ഇവിടെ എത്തിക്കുക. അതിനുശേഷം ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ GPS പോയിന്റ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ഉൾപ്പെടെയായിരിക്കും നടക്കുക. ഞാനിപ്പോൾ തൊട്ടടുത്ത് തന്നെ, ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത്. നിലവിൽ നമുക്ക് അങ്ങോട്ട് പോകുന്നതിന് വേണ്ടി നിലവിൽ പോലീസ് അത്തരത്തിലുള്ള ഒരു പ്രവേശനം അനുവദിച്ചിട്ടില്ല. എങ്കിൽ പോലും അല്പസമയത്തിനകം നമുക്ക് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ കുറച്ചുകൂടി അടുത്തെത്തി നമുക്ക് പങ്കുവെക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും ഈ ഇന്നത്തെ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി വിപുലമായ തരത്തിലാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള കൂടുതൽ സജ്ജീകരണങ്ങൾ ജില്ലാ ഭരണകൂടം ഇടപെട്ടും അതാണ് സംസ്ഥാന സർക്കാർ തന്നെ ഏകോപിച്ച് നടത്തുന്നുണ്ട്. അതിൽ NDRFന്റെ കൂടുതൽ ടീം, ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ടീം അവർ 8 മണിയോടെ ഇവിടെ എത്തിച്ചേരും. ഈ റഡാർ സംവിധാനം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ റഡാർ സംവിധാനം ഉപയോഗിച്ചിട്ടുള്ള തെരച്ചിൽ ഏറെ നിർണായകമാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലൂടെ ഇത് കൃത്യമായൊരു പോയിന്റ് കണ്ടെത്താൻ സാധിച്ചാൽ അത് കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ലോറി അതിനടിയിൽ അത് കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിലും ഈ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് ഇത് കണ്ടെത്തുക എന്ന ഒരു രീതിയായിരിക്കുമെന്നും എന്തായാലും അവലംബിക്കുക. ഇന്നലെ ഈ രക്ഷാപ്രവർത്തനത്തിൽ പലതരത്തിലുള്ള വെല്ലുവിളി ഉണ്ടായിരുന്നു. പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ ഒരു പ്രശ്നമായിരുന്നു. വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ നേരത്തെ അരുൺ പാറക്കലൊക്കെ പങ്കുവച്ചതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ദേശീയപാതക്ക് രണ്ട് അരികിലും വലിയ കുന്നുകളാണ്. അത് കുന്നുകൾ എന്ന് പറയുന്നത് നമുക്ക് കണ്ടാൽ തന്നെ അല്പം ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള കുന്നുകളാണ്. എപ്പോൾ വേണമെങ്കിലും കനത്ത മഴയിൽ ഇത്തരം മണ്ണിടിച്ചിലുകൾക്ക് സാധ്യതയുള്ള ഒരു ഭൂപ്രകൃതിയാണ്. ഇതൊരു കൊങ്കൺ ടെറൈനാണ്. അതിൻ്റെ ഒരു
ഭൂപ്രകൃതിയുടെ ഒരു സ്ഥിതി അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അപകടങ്ങൾ അല്ലെങ്കിൽ ഇത്തരം മണ്ണിടിച്ചിലിന് എപ്പോൾ വേണമെങ്കിലും സാധ്യതയുണ്ട്. നിലവിൽ ആ അപകടം നടന്ന സ്ഥലത്ത് കുറച്ചുകൂടി പ്രശ്നങ്ങളുണ്ട്. കാരണം നിലവിൽ മണ്ണിടിഞ്ഞ് നിൽക്കുന്ന സാഹചര്യമാണ്. കൂടുതൽ മഴ പെയ്ത് ഈ വെള്ളം വലിയ രീതിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മണ്ണിടിച്ചിലുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്നലെ വളരെ ജാഗ്രതയോടെയാണ് രക്ഷാപ്രവർത്തനം നടന്നത്. കൂടുതൽ മണ്ണിടിച്ചിലുണ്ടായാൽ പിന്നെ അത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി വളരെ സൂക്ഷ്മമായി വളരെ ജാഗ്രതയോടെയുള്ള രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ചൊക്കെ ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നിലവിൽ ഇപ്പോൾ എന്തായാലും കൃത്യമായ ഏകോപനത്തോടു കൂടി ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് നമുക്കിവിടെ ഗ്രൗണ്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിലവിൽ 2 ടീമുകൾ ഇപ്പോൾ അവിടത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം അവിടെ എത്തിയാൽ പിന്നെ ഏറെ താമസം ഉണ്ടാവില്ല എന്നതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. മറ്റ് സംവിധാനങ്ങളെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. 8:30 റഡാർ സംവിധാനം എത്തും. അതിനുശേഷം ഈ റഡാർ അതിൻ്റെ വിദഗ്ധ സംഘം ഉൾപ്പെടെ എത്തും. അതിനുശേഷം ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലായിരിക്കും കുറച്ചുകൂടി അത് നമുക്ക് ഈ രക്ഷാപ്രവർത്തനത്തിൽ അത് പ്രയോജനപ്പെടുത്താൻ അത് കൂടുതൽ മുന്നോട്ട് പോകാൻ ഈ റഡാർ സംവിധാനത്തിൻ്റെ തെരച്ചിൽ കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം രക്ഷാപ്രവർത്തനം ആരംഭിക്കും. രജിത്ത്, അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു അപകട മേഖലയിൽ നിന്ന്. അപകട സ്ഥലത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. ദൗത്യസംഘത്തിൻ്റെ 2 വാഹനങ്ങൾ ഇപ്പോൾ അപകടം നടന്ന സ്പോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ദൗത്യം പുനരാരംഭിക്കാൻ പോകുന്നു. ചില ആക്ഷേപങ്ങളൊക്കെ ഇന്നലെയൊക്കെ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വേഗതയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നെങ്കിലും അതൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടമല്ല. അതിനപ്പുറത്തേക്ക് അർജുൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുക, സുരക്ഷിതനായി അർജുനെ പുറത്തെത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കഴിയാവുന്ന എല്ലാം, സാധ്യമായ എല്ലാം ദൗത്യസംഘം നിലവിൽ അവിടെ ചെയ്യുന്നുണ്ട്. കൂടുതൽ സംഘം കൂടി, കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ കൂടി ഇന്ന് ദൗത്യസംഘത്തിൻ്റെ ഭാഗമാകുന്നതോടുകൂടി, ദൗത്യത്തിൻ്റെ ഭാഗമാകുന്നതോടുകൂടി വലിയ പ്രതീക്ഷയിലാണ് കേരളം ഒന്നാകെ, അർജുൻ്റെ കുടുംബം